ഈ വർഷത്തെ ശേഷിക്കുന്ന IPLന്റെ ഷെഡ്യൂൾ ഇന്നലെ BCCI പുറത്തുവിട്ടു. നേരത്തെ കണ്ടിരുന്ന റിപ്പോർട്ടിൽ നിന്നും ഡേറ്റിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മെയ് 16 മുതൽ 30 വരെ ടൂർണമെന്റ് നടക്കുമെന്ന റിപ്പോർട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അത് മെയ് 17 മുതൽ ജൂൺ 3 വരെ ആക്കി എന്നതാണ് നിലവിലെ മാറ്റം. ശേഷിക്കുന്ന 17 മത്സരങ്ങൾ ബാംഗ്ലൂർ, ഡൽഹി, ജയ്പൂർ, ലക്നൌ, മുംബൈ, അഹമ്മദാബാദ് തുടങ്ങി 6 സ്റ്റേഡിയങ്ങളിൽ വെച്ചായിരിക്കും നടക്കുന്നത്. പ്ലേ ഓഫിന്റെ വെന്യൂ ഏതൊക്കെയെന്ന് അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഡബിൾ ഹെഡർ ആയിരിക്കും ഇനി ഉണ്ടാവുക. ക്വാളിഫയർ 1 മെയ് 29-നും എലിമിനേറ്റർ 30-നും, ക്വാളിഫയർ 2 ജൂൺ 1-നും ഫൈനൽ ജൂൺ 3-നും എന്നിങ്ങനെയാണ് പ്ലേ ഓഫ് നിശ്ചയിച്ചിരിക്കുന്നത്. ഡൽഹിയും പഞ്ചാബും തമ്മിൽ ഉപേക്ഷിച്ച മത്സരം ആദ്യ പന്ത് മുതൽ റീസ്റ്റാർട്ട് ചെയ്യും. മെയ് 24-നായിരിക്കും ഈ മാച്ച് നടക്കുന്നത്. ഡൽഹിക്ക് പഞ്ചാബിനും ഈ മത്സരം നിർണായകമായതുകൊണ്ട് ഇത് റീഷെഡ്യൂൾ ചെയ്തത് സെൻസിബിളായ തീരുമാനം തന്നെയായി കാണപ്പെടുന്നു. മത്സരം കഴിഞ്ഞ് പോയിന്റ് വീതിക്കാതിരുന്നപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ മാച്ച് പിന്നെയും നടക്കുമെന്ന്. എങ്കിലും ടൂർണമെന്റ് റീസ്റ്റാർട്ട് ചെയ്യുന്ന മത്സരം RCB LSG മാച്ച് ആയിരിക്കില്ല. നേരെ മറിച്ച് RCB കൊൽക്കത്ത മാച്ചാണ് പുതിയ ഷെഡ്യൂളിൽ ആദ്യ മത്സരമായി വന്നിരിക്കുന്നത്. RCB LSG മാച്ച് ടൂർണമെന്റിലെ അവസാന മത്സരമാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പഴയ ഷെഡ്യൂളിൽ ഇത് നേരെ തിരിച്ചായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇതുപോലെ 1-2 മാറ്റങ്ങളാണ് മൊത്തത്തിലുള്ളത്. സോ ഈ മാസം 17 മുതൽ ഒരു ഗ്യാപ്പിന് ശേഷം IPL പിന്നെയും എത്തുകയാണ്.